ഹലോ നമസ്കാരം, ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോൺ എടുക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കേട്ടെ, അവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. 50,000 രൂപ വരെയുള്ള വായ്പകൾക്ക് ഇനി അധിക ചാർജുകൾ ഈടാക്കുന്നതില്ല. എന്തൊക്കെയാണ് വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് PSL അഥവാ മുൻഗണനാ മേഖലാ വായ്പ. ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ചെറിയ ലോണുകൾക്ക് മറ്റു അധിക നിരക്കുകൾ ഈടാക്കരുതെന്ന് ബാങ്കുകൾക്ക് കർശന നിർദ്ദേശം നൽകി റിസർവ് ബാങ്ക്. 50,000 രൂപ വരെയുള്ള മുൻഗണനാ വായ്പകൾക്കാകും ഈ ഒരു നിർദ്ദേശം ബാധകമാകുക. ഇത്തരം വായ്പകൾക്ക് സേവന ചാർജുകളോ പരിശോധന നിരക്കുകളോ ഈടാക്കരുതെന്നാണ് കേന്ദ്ര ബാങ്ക് വ്യക്തമാക്കിയിരിക്കുന്നത്. ചെറുകിട വായ്പക്കാരെ അനാവശ്യ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും രക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. 2025 ഏപ്രിൽ 1 മുതലാണ് ഈ ഒരു നിർദ്ദേശം പ്രാബല്യത്തിൽ വരുന്നത്. ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനികളിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ഈടായി എടുക്കുന്ന ബാങ്ക് ലോണുകൾക്ക് മുൻഗണനാ വായ്പ വിഭാഗത്തിൽ പരിഗണിക്കുകയില്ല. അതായത് ബാങ്കുകൾക്ക് അത്തരം വായ്പകളെ അവരുടെ PSL ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ട് തരംതിരിക്കാൻ കഴിയില്ല. ചെറുകിട ബിസിനസ്സുകൾ, കൃഷി, സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾ തുടങ്ങിയ സാമ്പത്തിക സഹായം ആവശ്യമുള്ള മേഖലകൾക്ക് നൽകുന്ന വായ്പകളാകും മുൻഗണനാ മേഖലാ ഫണ്ടുകൾ എന്നതിൽ വരുന്നത്. ബാങ്കുകൾ മുൻഗണനാ വിഭാഗം വായ്പകളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഡാറ്റ 3 മാസത്തിലോ അല്ലെങ്കിൽ വാർഷിക അടിസ്ഥാനത്തിൽ RBIക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ഓരോ പാദത്തിലും അവസാനം മുതൽ 15 ദിവസത്തിനുള്ളിലും സാമ്പത്തിക വർഷാവസാനം മുതൽ 1 മാസത്തിനുള്ളിലുമാണ് ഡാറ്റകൾ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. താങ്ക്